ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട ഒരു 5 മിനിറ്റ് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ സമയം കൊണ്ട് 2026 മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പോയിന്റുകൾ നമുക്ക് പഠിച്ചെടുക്കാം. ഒരു മാർക്ക് പോലും കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ചാലഞ്ച്. ഈ സെഷന്റെ അവസാനം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു ചെറിയ ടെസ്റ്റ് നടത്തും. നിങ്ങൾക്ക് 5-ൽ 5 മാർക്കും കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു അടിപൊളി അവസരമാണിത്. അപ്പോൾ എല്ലാ പോയിന്റും നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ? ശരി ശരി നമുക്ക് റാങ്കുകളും സൂചികകളും വെച്ച് തന്നെ തുടങ്ങാം. നിങ്ങൾക്കറിയാലോ, ഏതു PSC ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഓരോ നമ്പരും ഓരോ പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധയോടെ ഓർമ്മയിൽ വെക്കുക. ഒന്നാലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്നൊരു ടൈറ്റിൽ ഒരേ രാജ്യത്തിനാണ് കിട്ടുന്നത്. ഒരു ക്ലൂ വേണോ? ഇതൊരു യൂറോപ്യൻ രാജ്യമാണ്. ഇപ്പൊ കിട്ടിയ ഉത്തരം ഏതാണ് ആ രാജ്യം? അതെ, ഉത്തരം ഫിൻലാൻഡ് തന്നെ. ഇത് 9ാമത്തെ തവണയാണ് അവർ 1ാം സ്ഥാനത്തെത്തുന്നത്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം അതല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യയുടെ റാങ്കാണ്. അത് ശ്രദ്ധിച്ചേ, 118. 118. ഈ നമ്പർ 118 നിങ്ങളുടെ മനസ്സിലങ്ങ് ലോക്ക് ചെയ്തോളൂ. ചോദ്യപേപ്പറിൽ ഇത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, കഴിഞ്ഞ വർഷം നമ്മുടെ റാങ്ക് 126 ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ 118ലേക്ക് മെച്ചപ്പെട്ടത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്ത്യയുടെ ഹാപ്പിനെസ് റാങ്ക് 118. ഓക്കെ അല്ലേ? സന്തോഷസൂചികയിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നൊരു ഭീമൻ പദ്ധതിയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഒരു ഭവ്യഭാരതം കെട്ടിപ്പടുക്കാനുള്ള ഒരു മെഗാ ഫാക്ടറി പ്ലാൻ. ഇതാണ് പരീക്ഷയിലെ ആദ്യത്തെ പോയിന്റ്. ഈ പദ്ധതിയുടെ ഫുൾ ഫോം ഭവ്യ എന്ന് പറഞ്ഞാൽ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. നമുക്കറിയാലോ, സർക്കാർ പദ്ധതികളുടെ പൂർണ്ണരൂപം ഒരു സ്ഥിരം ചോദ്യമാണ്. അതുകൊണ്ട് ഭവ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പേര് മനസ്സിലേക്ക് വരണം. ഈ സംഖ്യ കണ്ടോ, 33,660 കോടി രൂപ. ഇതൊരു ചെറിയ പൈസയൊന്നുമല്ല. രാജ്യത്തിന്റെ വ്യാവസായിക രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന ഒരു ഭീമൻ പദ്ധതിയാണിത് എന്ന് ഈ ഒരൊറ്റ കണക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അപ്പോ എന്താണ് ഈ പദ്ധതി? സിമ്പിളാണ്. രാജ്യത്തുടനീളം 100 പുതിയ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കും. 100 ഏക്കർ മുതൽ 1000 ഏക്കർ വരെ വലിപ്പമുള്ള വലിയ പാർക്കുകളായിരിക്കും ഇത്. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാരുകളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും ഒക്കെ സഹകരണത്തോടെ ആയിരിക്കും ഇത് നടപ്പിലാക്കുക. ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്ക് പോകാം. റോക്കറ്റ് വിക്ഷേപിക്കുന്ന നമ്മുടെ സ്വന്തം ISRO ഇപ്പോൾ ടൂറിസം രംഗത്തും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശാസ്ത്രവും നമ്മുടെ സംസ്കാരവും പൈതൃകവുമൊക്കെ ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു സൂപ്പർ ഉദാഹരണമാണിത്. ഈ 2 പേരുകൾ ഉറപ്പായും നോട്ട് ചെയ്തോളൂ. കസ്തൂരി, പിന്നെ ഭാരത് ദർശൻ. നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിലേക്കും സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുമൊക്കെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇസ്രോ പുറത്തിറക്കിയ 2 പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുകളാണിത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ പേരുകൾ തന്നിട്ട് ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഇതിന് പിന്നിലെ ടെക്നോളജി എന്താണെന്നോ? നമ്മുടെ സ്വന്തം ഭുവൻ എന്ന സാറ്റലൈറ്റ് പോർട്ടലാണ് ഈ ആപ്പുകൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇനി മുതൽ നിങ്ങളുടെ ടൂർ ഗൈഡ് ഒരു സാറ്റലൈറ്റ് ആയിരിക്കും. എന്തൊരു അടിപൊളി ഐഡിയ ആണല്ലേ? ശരി, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കേരള PSC പരീക്ഷ എഴുതുന്നവർക്ക് ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വാർത്തയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി എന്നൊരു ടാഗ് ലൈനുണ്ട്. എന്താണ് ഈ KARSAP അഥവാ കാർസാപ്പ്? നമ്മൾ കേട്ടില്ലേ, ചില അണുക്കൾക്ക് എത്ര മരുന്ന് കൊടുത്താലും അവ ചാകില്ല എന്ന്. ആ ഒരു അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. അങ്ങനെയുള്ള സൂപ്പർ ബഗ്ഗുകളെ നേരിടാനുള്ള കേരള സർക്കാരിന്റെ ആക്ഷൻ പ്ലാനാണ് ഈ കാർസാപ്പ്. ഈ പോയിന്റ് പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിൽ കുറിച്ചിട്ടോളൂ. ഒരു പ്രദേശത്തെ അണുക്കൾ ഏതൊക്കെ ആന്റിബയോട്ടിക്കുകളോടാണ് പ്രതിരോധം കാണിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ് ഈ ആന്റിബയോഗ്രാം. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന ബഹുമതി നമ്മുടെ കേരളത്തിനാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്പോർട്സിലേക്കൊരു ചാട്ടം ചാടാം. കായികരംഗത്തെ പ്രധാനപ്പെട്ട അവാർഡുകളും വിജയികളും ഇല്ലാതെ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യപേപ്പർ ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് നോക്കാം, ടെന്നീസ് കോർട്ടിലെ പുതിയ രാജാവും റാണിയുമാരാണെന്ന്.
2026 ഇന്ത്യൻ വെൽസ് ടെന്നീസ് കിരീടം നേടിയത് ഇവരാണ്. പുരുഷന്മാരുടെ വിഭാഗത്തിൽ യാനിക് സിന്നർ, വനിതകളുടെ വിഭാഗത്തിൽ ആര്യാന സബലേങ്ക. ഈ രണ്ടു പേരുകളും മറക്കാതെ ഓർത്തുവെക്കണം. പുരുഷന്മാരുടെ വിജയിയുടെ പേര് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. സിന്നർ ഒരു വിന്നർ എന്നോർത്താൽ മതി. ശരി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചാലഞ്ചിനുള്ള സമയമായി. റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കാം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ആദ്യത്തെ ചോദ്യം, 2026 ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഉത്തരം 118. ശരിയാക്കിയവർക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം, എന്താണ് ഭാവ്യ പദ്ധതിയുടെ ഫുൾ ഫോം? അതെ, ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. 2ാമത്തെ മാർക്കും കിട്ടിയില്ലേ? ഗുഡ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം നമ്മുടെ സ്വന്തം കേരളം. അവസാന ചോദ്യം, 2026 ഇന്ത്യൻ വെൽസ് മെൻസ് സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഓർമ്മയുണ്ടോ ആ കോഡ്? യാനിക് സിന്നർ. എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയവർക്ക് എന്റെ വക ഒരു വലിയ അഭിനന്ദനം. നിങ്ങൾ ഈ സെഷൻ വളരെ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്നത്തെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ചിന്ത. നമ്മൾ ഇന്ന് കണ്ട ഇസ്രോയുടെ ആപ്പുകൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഭൂതകാലത്തെയും പൈതൃകത്തെയും നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ, കേരളത്തിന്റെ KRS പോലുള്ള പദ്ധതികൾ അതേ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നമ്മുടെ ഭാവിയെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ ഒരേ സമയം നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയെയും ഒരുപോലെ സംരക്ഷിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നു എന്നത് എത്ര മനോഹരമായൊരു കാര്യമാണല്ലേ? ഈ ഒരു ചിന്തയുമായി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.